നമസ്കാരം. യമനിലെ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഏദൻ കടലിടുക്കിൽ ചരക്ക് കപ്പലിന് തീപിടിച്ചു. ജീവനക്കാർ സുരക്ഷിതരാണെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഗാസയിൽ ഇസ്രായേൽ യുദ്ധം നിർത്തും വരെ ചെങ്കടലിലെ ആക്രമണങ്ങൾ തുടരുമെന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം. ജൂലൈയിൽ ഹൂതികളുടെ ആക്രമണത്തിൽ 2 കപ്പലുകൾക്കാണ് തീപിടിച്ചു മുങ്ങിയിരുന്നത്. മിനർവാഗ്രച്ചിലെ ആക്രമണം വിമതർ അവകാശപ്പെട്ടില്ലെങ്കിലും ഗാസ മുനമ്പിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനെതിരായ പ്രചാരണത്തിന്റെ ഭാഗമായി കപ്പലുകൾ ആക്രമിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ചും ഇസ്രായേൽ ഗാസ നഗരത്തിൽ പുതിയ കരയാക്രമണം നടത്തുമ്പോൾ. അതേസമയം ആണവ പദ്ധതിക്കെതിരെ ഐക്യരാഷ്ട്രസഭ ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റും ആശങ്കയിലാണ്. കിഴക്കൻ ആഫ്രിക്ക അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് വേർതിരിക്കുന്ന ബാബൽ മണ്ടേവ് കടലിടുക്ക് വഴി ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന ഏദൻ ഉൾക്കടലിൽ സെപ്റ്റംബർ 23 നടന്ന ഒരു പരാജയപ്പെട്ട ആക്രമണത്തിൽ മിനർവാഗ്രച്ചിനെ ലക്ഷ്യം വെച്ചിരുന്നു. യമനിൽ ചിലർ കണ്ട ഒരു മിസൈൽ വിക്ഷേപണം മിനർവാഗ്രച്ചിൽ പതിച്ചു. കപ്പലിന്റെ ഉടമയായ സെപ്ലിത്തോഫ് ആക്രമണം കപ്പലിന് സാരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് അവകാശപ്പെട്ടു. ഹെലികോപ്റ്റർ വഴി കപ്പലിലെ 19 ജീവനക്കാരെയാണ് ഒഴിപ്പിച്ചത്. ഓപ്പറേഷൻ ആസ്പൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂറോപ്യൻ നാവികസേന പറഞ്ഞത് ജീവനക്കാരുടെ രക്ഷാപ്രവർത്തനത്തിനു ശേഷം മിനർവാഗ്രാറ്റ് തീപിടിച്ച് ഒഴുകിപ്പോയി എന്നാണ്. കപ്പലിലെ ജീവനക്കാർ ഫിലിപ്പീൻസ്, റഷ്യ, ശ്രീലങ്ക, ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഒരാൾക്ക് പരിക്കേറ്റിരുന്നു, മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വൈദ്യസഹായത്തിനായി ജിംബൂട്ടിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു. ഫ്രഞ്ച് സൈന്യത്തിന്റെ മാരിടൈം ഇൻഫർമേഷൻ കോർപ്പറേഷൻ ആൻഡ് അവയർനെസ് സെന്റർ ഹൂതികളാണ് ആക്രമണം നടത്തിയതെന്നാണ് തിരിച്ചറിഞ്ഞത്. ഗാസയിലെ യുദ്ധത്തോടുള്ള പ്രതികരണമായി വിമതർ 100-ലധികം കപ്പലുകൾക്ക് നേരെയും ഇസ്രയേലിന് നേരെയും മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഫലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞു. എങ്കിലും ഗ്രൂപ്പിന്റെ മുൻകാല ലക്ഷ്യങ്ങൾക്ക് ഇസ്രയേലുമായി വലിയ ബന്ധമൊന്നുമില്ല. US നാവികസേനയുടെ മേൽനോട്ടത്തിലുള്ള ജോയിന്റ് മാരിടൈം ഇൻഫർമേഷൻ സെന്റർ നേരത്തെ പറഞ്ഞത് മിനർവാഗ്രറ്റിന് ഇസ്രയേലി ബന്ധങ്ങളൊന്നുമില്ല എന്നാണ്. 2024 ഓഗസ്റ്റിൽ മിനർവാഗ്രറ്റിന് മുൻപ് ഏദൻ ഉൾക്കടലിൽ ഒരു വാണിജ്യ കപ്പലിന് നേരെ നടന്ന അവസാന ആക്രമണം രേഖപ്പെടുത്തിയതിനാൽ ഹൂതി ആക്രമണം വിമതരുടെ സമീപകാല ആക്രമണങ്ങളുടെ വിസ്തൃതിയാണ് വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി അവർ നടത്തിയ ആക്രമണങ്ങൾ ചെങ്കടലിലെ ഷിപ്പിംഗ് വർദ്ധിപ്പിച്ചു. യുദ്ധത്തിന് മുൻപ് ഓരോ വർഷവും ഏകദേശം $1 ട്രില്യൺ വില വരുന്ന സാധനങ്ങളാണ് അതിലൂടെ കടന്നുപോയത്. യുദ്ധത്തിലെ ഒരു ചെറിയ വെടിനിർത്തൽ സമയത്ത് ഹൂതികൾ അവരുടെ ആക്രമണങ്ങൾ നിർത്തിയിരുന്നു. പിന്നീട് വിമതരുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു മുമ്പ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് ആഴ്ചകൾക്ക് നീണ്ടുനിന്ന തീവ്രമായ വ്യോമാക്രമണങ്ങളുടെ ലക്ഷ്യമായി പിന്നീട് അവർ മാറി. ജൂലൈയിൽ ഹൂതികൾ 2 കപ്പലുകൾ മുക്കി, 4 പേരുടെ ജീവൻ അപഹരിച്ചു. മറ്റുള്ളവ വിമതരുടേതെന്നാണ് കരുതപ്പെടുന്നത്. ഇതിനിടെ ഇസ്രയേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന ആരോപണം ബമാൻ ചൂബിലിയൻസ് എന്ന മൊസാദ് വധശിക്ഷയ്ക്ക് വിധേയനാക്കി ഇറാൻ. ജുഡീഷ്യറിയുടെ വാർത്താ ഏജൻസിയായ മിസാനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇയാൾ ഇറാനിൽ ഇസ്രയേലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാരന്മാരിൽ ഒരാളായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാൻ സർക്കാർ സ്ഥാപനങ്ങളിലെ ഡാറ്റാബേസ് നേടുകയായിരുന്നു ഇയാളിലൂടെ മൊസാദിന്റെ പ്രധാന ലക്ഷ്യം. അതോടൊപ്പം ഇലക്ട്രോണിക് ഉപകരണങ്ങളെ ഇറക്കുമതി ചെയ്യുന്നതിന്റെ വഴി അന്വേഷിക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റു ദ്വിതീയ ലക്ഷ്യങ്ങളും മൊസാദിനുണ്ടായിരുന്നതായി മിസാൻ റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദുമായി ബന്ധമുള്ളവരെയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കിയെന്നും ആരോപിച്ച് നിരവധി വ്യക്തികളെ ഇറാൻ ഇതിനകം വധിച്ചിട്ടുണ്ട്. ജൂണിൽ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന് ശേഷം ഇറാനിനുള്ളിലെ മൊസാദ് കമാൻഡോകളെ വിന്യസിച്ചുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. തത്ഫലമായി ഇസ്രയേലിന് വേണ്ടി ചാരവൃത്തി നടത്തിന് ശിക്ഷിക്കപ്പെട്ട ഇറാനികളുടെ വധശിക്ഷ ഈ വർഷം ഗണ്യമായിട്ടാണ് വർദ്ധിച്ചത്. സമീപ മാസങ്ങളിൽ കുറഞ്ഞത് 10 വധശിക്ഷകളെങ്കിലും ഇത്തരത്തിൽ ഇറാൻ നടപ്പിലാക്കിയിട്ടുണ്ട്. അതേസമയം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഫലസ്തീൻ രാഷ്ട്രത്തിനുമുള്ള നിർദ്ദേശങ്ങളടങ്ങിയ 20 ഇന പദ്ധതി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചു. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പദ്ധതി പിന്തുണയ്ക്കുന്നതായി പറഞ്ഞു. എന്നാൽ പദ്ധതി അംഗീകരിക്കുന്നതുമായി ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ പദ്ധതി ഗാസയിൽ ഏകദേശം 2 വർഷമായി തുടരുന്ന ഇസ്രയേലിന്റെ വംശഹത്യാ യുദ്ധം ഉടനടി അവസാനിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. അതേസമയം ഭാവിയിലെ ഭരണപരമായ പങ്കിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായി ഒഴിവാക്കാനും നിർദ്ദേശിക്കുന്നു. ട്രംപ് മുന്നോട്ട് വച്ച 20 ഇന പദ്ധതി നോക്കാം. 1. ഗാസ ആകമാനം നിരായുധീകരണം, അയൽപ്പക്കത്തിന് അതായത് ഇസ്രയേലിന് ഭീഷണിയാകാത്ത ടെറർ ഫ്രീ സോൺ. 2. ഗാസ നിവാസികൾക്ക് ഉപകരിക്കും വിധത്തിൽ പ്രദേശത്തിന്റെ പുനർനിർമ്മാണം. 3. ഇരുപക്ഷവും ഈ പദ്ധതി അംഗീകരിക്കാൻ ധാരണയിലെത്തിയാൽ യുദ്ധം ഉടനടി അവസാനിപ്പിക്കും.
ഇസ്രയേലി സൈന്യം നടപടികൾ നിർത്തിവെക്കും, ക്രമേണ ഗാസയിൽ നിന്ന് പിൻവാങ്ങും. 4. ഡീൽ അംഗീകരിക്കുന്ന കാര്യം ഇസ്രയേൽ പ്രഖ്യാപിച്ച് 72 മണിക്കൂറിനുള്ളിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടേക്കും. മരിച്ചവരുടെ മൃതദേഹവും കൈമാറും. 5. ബന്ദികൾ തിരിച്ചെത്തിയാലുടൻ ഇസ്രയേൽ 100 കണക്കിന് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. മരിച്ച ഫലസ്തീനികളുടെ മൃതദേഹവും വിട്ടുകൊടുക്കും. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട 250 തടവുകാരെയും ഒക്ടോബർ 7 ശേഷം അറസ്റ്റിലായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 1700 പേരെയും ഇസ്രയേൽ വിട്ടയക്കും. 6. ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ സമാധാനത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകും. ഗാസ വിടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരെ സ്വീകരിക്കുവാൻ തയ്യാറുള്ള രാജ്യത്തേക്ക് സുരക്ഷിത പാത അനുവദിക്കും. 7. കരാറിൽ തീരുമാനമായാൽ ഭക്ഷ്യ ആരോഗ്യ സഹായ വിതരണം ഗാസയിലേക്ക് ആരംഭിക്കും. പ്രതിദിനം 600 ട്രക്കുകൾ അനുവദിക്കും. വൈദ്യുതി, കുടിവെള്ള, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കും. 8. ഇരു വിഭാഗത്തിന്റെയും ഇടപെടലില്ലാതെ സഹായങ്ങൾ കൃത്യമായി വിതരണം ചെയ്യും. UN-ഉം റെഡ് ക്രോസും അതിന് നേതൃത്വം വഹിക്കും. റഫ അതിർത്തി ഇരുഭാഗത്തേക്കും തുറക്കും. 9. ഗാസ ഭരണത്തിന് ഫലസ്തീനി ടെക്നോക്രാറ്റുകൾ അടങ്ങുന്ന താൽക്കാലിക ഇടക്കാല ഭരണ സംവിധാനം. അറബ് യൂറോപ്യൻ സഖ്യകക്ഷികളുടെ അഭിപ്രായം തേടി US സ്ഥാപിക്കുന്ന പുതിയ അന്താരാഷ്ട്ര ഭരണ സംവിധാനം ഇത് നിരീക്ഷിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും ഇതിന് നേതൃത്വം വഹിക്കുക. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഫലസ്തീൻ അതോറിറ്റി തങ്ങളുടെ പരിഷ്കരണം പൂർത്തിയാക്കും വരെ അന്താരാഷ്ട്ര ഭരണ സംവിധാനം തുടരും. 10. ആധുനിക മിഡിൽ ഈസ്റ്റ് നഗരങ്ങൾ നിർമ്മിച്ചു പരിചയമുള്ള വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഗാസ പുനർനിർമ്മിക്കുവാൻ ഒരു സാമ്പത്തിക പ്ലാൻ തയ്യാറാക്കും. നിക്ഷേപവും തൊഴിലുറപ്പും ഉറപ്പാക്കുന്ന തരത്തിലുമാണിത്. 11. കുറഞ്ഞ താരിഫും നിരക്കുമുള്ള പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കും. ആരെയും ഗാസയിൽ നിന്ന് നിർബന്ധിച്ചു പുറത്താക്കില്ല. ആർക്കെങ്കിലും പുറത്തുപോകാൻ താൽപര്യമുണ്ടെങ്കിൽ മടങ്ങി വരുവാനും അനുവദിക്കും. ഗാസയിൽ തന്നെ തുടരാൻ ഗാസക്കാരെ പ്രോത്സാഹിപ്പിക്കും. ഗാസ ഭരണത്തിൽ ഹമാസിന് ഒരു റോളുമില്ല. ടണലുകൾ ഉൾപ്പെടെ പുതിയ സായുധ സംവിധാനങ്ങൾ സൃഷ്ടിക്കാനും അനുവദിക്കില്ല. നിരായുധീകരണ പ്രക്രിയ ഉറപ്പാക്കാൻ സ്വതന്ത്ര നിരീക്ഷകരെ ഉപയോഗിക്കും. ഹമാസും മറ്റു ഗാസ ഗ്രൂപ്പുകളും ഉറപ്പുകൾ പാലിക്കുന്നുവെന്നും ഇസ്രയേലിനെ ഭീഷണിയാകില്ലെന്നും വിലയിരുത്തുവാൻ മേഖലയിലെ സഖ്യരാഷ്ട്രങ്ങളുടെ സുരക്ഷാ ഗ്യാരണ്ടി. അറബ്, മറ്റു രാജ്യ സംവിധാനങ്ങൾ എന്നിവയുമായി സഹകരിച്ച് US ഒരു ഇന്റർനാഷണൽ സ്റ്റാബിലൈസേഷൻ ഫോഴ്സ് വികസിപ്പിക്കും. ഉടനടി തന്നെ ഈ സേനയെ ഗാസയിൽ വിന്യസിക്കും. സേന ദീർഘകാല ആഭ്യന്തര സുരക്ഷയ്ക്കായി ഫലസ്തീൻ പോലീസ് സേനയെ പരിശീലിപ്പിക്കും. ഇസ്രയേൽ ഗാസ കയറുകളെയോ അനക്സ് ചെയ്യുകയോ ചെയ്യില്ല. ക്രമേണ മറ്റു സുരക്ഷാ സേനകൾക്ക് പ്രദേശം കൈമാറി IDF പിൻവാങ്ങും. അയൽരാജ്യങ്ങൾക്കും പ്രദേശങ്ങൾക്കും ഗാസ ഒരു വെല്ലുവിളി ഉയർത്തില്ല. ഈ നിർദ്ദേശങ്ങൾ ഹമാസ് നിരസിക്കുകയോ താമസിപ്പിക്കുകയോ ചെയ്താൽ മേൽപ്പറഞ്ഞ പോയിന്റുകൾ ടെറർ ഫ്രീ മേഖലകളിൽ നടപ്പാക്കും. അവിടം ഇന്റർനാഷണൽ സ്റ്റാബിലൈസേഷൻ ഫോഴ്സിന് ക്രമേണ IDF കൈമാറും. ഹമാസ് അംഗീകരിച്ചില്ലെങ്കിലും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന സൂചന കൂടിയാണിത്. ഗാസ ജനതയെ തീവ്രവാദ മനോഭാവ മുക്തമാക്കാനുള്ള പദ്ധതി തുടങ്ങും. ഇതിനായി വിവിധ മത സംവാദം മറ്റും സംഘടിപ്പിക്കും. ഗാസ പുനർനിർമ്മാണം പുരോഗമിക്കുമ്പോൾ ഫലസ്തീൻ അതോറിറ്റിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. ഇതിനൊപ്പം ഫലസ്തീൻ രാഷ്ട്ര സ്ഥാപനത്തിലുള്ള വിശ്വാസയോഗ്യമായ മാർഗരേഖയും നിലവിൽ വരും. സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഇസ്രയേലിനെയും ഫലസ്തീനികളെയും പ്രാപ്തരാക്കുന്നതിന് US-ന്റെ നേതൃത്വത്തിൽ സംഭാഷണമുണ്ടാകും. എന്നാൽ ഒരു ഫലസ്തീൻ രാഷ്ട്രമെന്നത് ഒരു അവ്യക്തമായ സാധ്യതയായി മാത്രമേ ഉയർത്തപ്പെടുന്നുള്ളൂ എന്നാണ് ദി ഗാർഡിയൻ നിരീക്ഷിക്കുന്നത്.